നമ്മുടെ ശിവൻകുട്ടി മന്ത്രി വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം ഒരിക്കലും BJP ആവില്ലെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തെ പറ്റി നമുക്കൊട്ട് സംശയമില്ല. പക്ഷെ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന പലതും കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ ഏജൻസി പണിയാണ്. അതാ പ്രശ്നം. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്രത്തിലെ BJP സർക്കാർ കൊണ്ടുവന്ന ഒരു ഉഡായിപ്പായിരുന്നു ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. അതിനെ എല്ലാവരും എതിർക്കുക. കോൺഗ്രസ് എതിർക്കുന്നു, CPM എതിർക്കുന്നു, മറ്റിടതുപക്ഷ കക്ഷികൾ എതിർക്കുന്നു, ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് ഘടകകക്ഷികൾ എതിർക്കുന്നു. കേരളത്തിലെ LDF എതിർപ്പാണ്. അതുപോലെ തന്നെ UDF അതിനോട് യോജിപ്പില്ല. പക്ഷെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അണ്ണൻ കയറി അതിനകത്തങ്ങ് ഒപ്പുവെച്ച് കളഞ്ഞു. അത് ഒപ്പുവെച്ചത് എങ്ങനെയാ? ഇടതുപക്ഷ മുന്നണി അറിഞ്ഞിട്ടില്ല, അതിലെ ഘടകകക്ഷികളോട് ആരോടും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വലിയ ഘടകകക്ഷി CPI അവരോട് പോലും കമാന്നൊരക്ഷരം മിണ്ടാതെയാണ് ഒപ്പുവെച്ചത്. മന്ത്രിസഭാംഗങ്ങൾക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഇവിടുന്ന് വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറിയെയും മറ്റും ഡൽഹിക്ക് അയച്ചു. അവരവിടെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഈ കരാറിൽ കയറി അങ്ങ് ഒപ്പുവെച്ചു. അവസാനം എന്തോ സംഭവിച്ചത്? CPI അതേ കയറി അങ്ങ് പിടിച്ചു. ബിനോയ് വിശ്വം ഇതൊരു കാരണവശാലും നടപ്പാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം അങ്ങ് ശഠിച്ചു. അദ്ദേഹത്തിന് LDF-ൽ നിന്നും പിന്തുണ കിട്ടി. CPM-ന് ഉള്ളിൽ നിന്ന് പോലും അദ്ദേഹത്തെ സഹായിച്ചവരുണ്ട്. കാരണം CPM ഇതിനെതിരായിരുന്നു. പിണറായി വിജയന്റെ ഒരു താല്പര്യമായിരുന്നു ഒപ്പുവെക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഒപ്പുവെച്ചത്. ഏതായാലും CPI പിടിച്ച പിടിയാലിൽ നിന്നു അവസാനം ആ കരാറിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കേണ്ടി വന്നു. ഇപ്പോഴിതാ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഒരു നിയമം, 4 കോടുകളിലായിട്ട് ഒരു പുതിയ തൊഴിൽ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുക. അത് കഴിഞ്ഞ 2019-2020 കാലത്ത് പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല. അങ്ങനെയാണത് നിയമമായത്. കോവിഡ് കാലമായിരുന്നു, ആ സമയത്താണ് ഇത് പാസ്സാക്കിയത്. അത് മാത്രമല്ല, പ്രതിപക്ഷ അംഗങ്ങളിൽ ഒരു നല്ല ശതമാനത്തെ പല കാരണങ്ങൾ പറഞ്ഞ് സഭയ്ക്ക് പുറത്തു നിർത്തിയിരിക്കുകയായിരുന്നു, സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിരിക്കുക. ആ ബലത്തിലാണ് ആ നിയമം അന്ന് പാസ്സാക്കിയത്. ഈ തൊഴിൽ നിയമം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാ. അതായത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നിയമങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ കേന്ദ്ര സർക്കാരാണ് നിയമം ഉണ്ടാക്കുന്നെങ്കിൽ അതിനായിരിക്കും പ്രാബല്യം, അതിനാണ് സ്വാധുത കിട്ടുക. അങ്ങനെ കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ഈ ബില്ല് അല്ലെങ്കിൽ നിയമമാക്കിയ ബില്ല് അത് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കണമെങ്കിൽ അതത് സംസ്ഥാനങ്ങളുടെ അത് സംബന്ധിച്ച കരട് ചട്ടങ്ങൾ രൂപവൽക്കരിക്കണം, ഉണ്ടാക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? കേരളത്തിൽ ആരോടും പറയാതെ മന്ത്രിസഭയിൽ പറഞ്ഞോ എന്നറിഞ്ഞുകൂടാ, ഇടതുമുന്നണി ചർച്ച ചെയ്തോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിവരവും ഇപ്പോഴില്ല. എന്തായാലും മറ്റാരും അറിയാതെ നമ്മുടെ ശിവൻകുട്ടി അണ്ണന്റെ വകുപ്പ് ഇത് സംബന്ധിച്ച കരട് ചട്ടങ്ങൾ തയ്യാറാക്കി അതങ്ങ് വിജ്ഞാപനം ചെയ്തു. എന്നിട്ടത് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തു. അതിന്റെ പിന്നാലെ എന്താ ഉണ്ടായത്? ഈ കഴിഞ്ഞ ശനിയാഴ്ച ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങ് പ്രഖ്യാപിച്ചു. അതായത് കേരളം കൂടെ തയ്യാറാക്കി പാസാക്കി കൊടുത്ത ചട്ടങ്ങൾ അനുസരിച്ചും ഈ നിയമം, കേന്ദ്ര നിയമം ഇപ്പോൾ ആ പ്രാബല്യത്തിൽ വന്നിരിക്കുക. ഇതേപ്പറ്റി CIT പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ആകെക്കൂടെ ബാക്കിയുള്ള ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഈ കേരളത്തിലെ പിണറായി ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതിനെ നയിക്കുന്നവരാ CPM. അവരുടെ തൊഴിലാളി സംഘടന ഏതാ? CITU. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ശക്തിയുടെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു അടിത്തറ, മൂലക്കല്ലാണ് ഈ CITU എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് പോലും ആ CITU അറിഞ്ഞിട്ടില്ല. CPIക്ക് AITUC എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, അതും സാമാന്യം ശക്തിയുള്ളൊരു സംഘടന, അവരറിഞ്ഞിട്ടില്ല. INTUC കോൺഗ്രസിന്റെ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇവിടുത്തെ BMS-നും അറിയില്ല. മറ്റൊരു സംഘടനയ്ക്കും, കേരളത്തിലെ മറ്റൊരു തൊഴിലാളി സംഘടനയ്ക്കും ഈ കേന്ദ്ര നിയമത്തിന് അനുരൂപമായിട്ട് ചട്ടങ്ങൾ ഉണ്ടാക്കി വിജ്ഞാപനം ചെയ്ത വിവരം അറിയത്തില്ല. ആരും അറിയാതെ നമ്മുടെ ശിവൻകുട്ടി അണ്ണന്റെ വകുപ്പ് ചട്ടങ്ങൾ ഉണ്ടാക്കി കേന്ദ്രത്തിന് അയച്ചു. അവർ കയ്യോടത് സ്വീകരിച്ചു. ഇപ്പതാ ആ നിയമം പ്രാബല്യത്തിൽ വന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. 4 കോടുകളിലായിട്ട് നിലവിൽ വരുന്ന ഈ നിയമം നമ്മുടെ തൊഴിലാളി സംഘടനകളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒന്നാണ്. തൊഴിലാളി വർഗത്തിന്റെ നിലനിൽപ്പ് തന്നെ ഒരുപക്ഷെ ഈ നിയമം അപകടത്തിലാക്കിയേക്കാം. കേരളത്തിലെ തൊഴിലാളി വർഗം അറിയാതെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷെ അറിഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി, തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര്, അവരാണ് ഈ ചട്ടം തയ്യാറാക്കി കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തത്. അവിടെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ആദ്യം ചട്ടം തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുത്ത സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ കേരളം എന്ന്. ഈ പുതിയ നിയമത്തിലെ പല വകുപ്പുകളും തൊഴിലാളി യൂണിയനുകൾക്കും തൊഴിലാളികൾക്കും ദ്രോഹകരമാണ്.
ഒരുതരം കരിനിയമമായിട്ട് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുകളുടെ ഏറ്റവും വലിയ സമരായുധം എന്തുവാ? അത് പണിമുടക്ക് എന്ന് പറയുന്നതാ. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തൊഴിലുടമകള് അത് അനുവദിച്ചു തരാത്ത സാഹചര്യത്തിൽ പണിമുടക്കാനുള്ള അവകാശം ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി വിഭാഗങ്ങൾക്കും ഉള്ളതായിരുന്നു. ഇപ്പോഴത് മാറുകയാ ഈ പുതിയ നിയമം അനുസരിച്ച്. ഇനി നമ്മൾ 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. പണ്ടും നോട്ടീസ് കൊടുക്കണം. ഇപ്പൊ 14 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ സമരം ചെയ്യാൻ അനുമതി കിട്ടുകയാണെങ്കിൽ സമരം ചെയ്യാം, അല്ലെങ്കിൽ സമരം ചെയ്യാൻ പാടില്ല, പണിമുടക്കാൻ പാടില്ല. അനുമതി ഇല്ലാതെ പണിമുടക്കിയാൽ അതിന് അറസ്റ്റ് ചെയ്യാം, തടവ് ശിക്ഷ ലഭിക്കും, പിഴയും ഒടുക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ നിയമം. സമരം ചെയ്യാൻ പോലും അനുവദിക്കാത്ത ഒരു പുതിയ നിയമമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വിനാശകരമായ വകുപ്പ് എന്ന് പറയുന്നത്, നേരത്തെ ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് 100-ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു പണിശാലയില്, ഒരു സ്ഥാപനത്തില്, ഒരു ഫാക്ടറിയില് കൂട്ട പിരിച്ചുവിടൽ നടക്കുമായിരുന്നില്ല. തൊഴിൽ വെട്ടിക്കുറയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ തൊഴിൽ സ്ഥാപനം പൂട്ടാൻ അനുവദിക്കുമായിരുന്നില്ല. അതൊക്കെ സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ നടത്താൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അത് ഈ 100 തൊഴിലാളികൾ എന്ന വ്യവസ്ഥ 300 തൊഴിലാളികൾ എന്നാക്കിയിരിക്കുക. അതായത് 300 തൊഴിലാളികൾ വരെ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളില് ഈ വക കാര്യങ്ങൾ, കൂട്ടപ്പിരിച്ചുവിടല്, തൊഴിൽ നിഷേധം അല്ലെങ്കിൽ സ്ഥാപനം പൂട്ടൽ, അതൊക്കെ സർക്കാരിന്റെ അനുമതി കൂടാതെ നടപ്പാക്കാൻ പറ്റും. ഇതൊക്കെ ഈ പുതിയ തൊഴിലാളി നിയമത്തിലെ ചില വ്യവസ്ഥകൾ മാത്രമാണ്. അത്തരത്തിൽ തൊഴിലാളികൾക്ക് അങ്ങേയറ്റം ദ്രോഹകരമായ ഒരു നിയമം, അത് നടപ്പാക്കുന്നതിനാവശ്യമായ ചട്ടങ്ങളാണ് ഇവിടെ തൊഴിലാളി യൂണിയനുകളോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ആരും അറിയാതെ നമ്മുടെ കേരള സർക്കാർ പാസാക്കി അയച്ചത്. അറിഞ്ഞത് പിണറായി വിജയൻ, രണ്ടാമത് തൊഴിൽ മന്ത്രി ശിവൻകുട്ടി, തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കരട് ചട്ടങ്ങൾ തയ്യാറാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചത് അടുത്ത കാലത്തൊന്നുമല്ല, 4 വർഷം മുമ്പാണ്. PM-ശ്രീയിൽ ഒപ്പുവെച്ചത് അടുത്ത കാലത്താ. അതിന് മുമ്പ് നടത്തിയ ഒരു അഭ്യാസമായിരുന്നു ഇത്, ഈ കരട് ചട്ടം ഉണ്ടാക്കലും അത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കലും. 4 വർഷം മുമ്പാണ് അത് ചെയ്തത്. ഈ കരട് ഇറക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി യൂണിയനുകളുമായിട്ട് സംസാരിക്കാമായിരുന്നു, അവരുടെ അഭിപ്രായം കേൾക്കാമായിരുന്നു. അതിനൊന്നും തൊഴിൽ വകുപ്പ് അല്ലെങ്കിൽ തൊഴിൽ മന്ത്രി ശിവൻകുട്ടി തയ്യാറായില്ല. അതാണ് അതിന്റെ വാസ്തവം. വിജ്ഞാപനം പുറപ്പെടുവിച്ച 6 മാസത്തിന് ശേഷമാണ് ഇതേപ്പറ്റി സംസാരിക്കാൻ, തൊഴിലാളി യൂണിയനുകളുമായിട്ട് സംസാരിക്കാൻ തൊഴിൽ മന്ത്രി ശിവൻകുട്ടി തയ്യാറായത്. 6 മാസങ്ങൾക്ക് ശേഷം അന്ന് ചേർന്ന ഈ തൊഴിലാളി യൂണിയനുകളുടെ യോഗത്തിലും കരട് തയ്യാറാക്കി അത് സംബന്ധിച്ച വിജ്ഞാപനമിറക്കി എന്ന കാര്യം തൊഴിലാളി യൂണിയനുകളെ അറിയിച്ചിട്ടില്ല എന്ന് തൊഴിലാളി യൂണിയനുകളുടെ നേതാക്കള് ഇപ്പോൾ പറയുന്നു. CITUവിന്റെ പ്രസിഡന്റ് TP രാമകൃഷ്ണൻ, അദ്ദേഹം LDF-ന്റെ കൺവീനർ കൂടിയാ. അതുപോലെ എളമ്പരം കരീം, CITUവിന്റെ സെക്രട്ടറി, AITUസിന്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് KP രാജേന്ദ്രൻ, ഇവരൊക്കെ പറയുന്നു ഈ 6 മാസത്തിനു ശേഷം അവരെ വിളിച്ചു ചേർത്തപ്പോൾ പോലും ഈ കരട് ചട്ടങ്ങൾ തയ്യാറാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച കാര്യം അവരോട് പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ മന്ത്രി പറയുന്നത് ഞാൻ പറഞ്ഞു എന്നാ. ഇത് 3-3.5 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ്. അതിന്റെ മിനിറ്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ ഇത് ആരോർക്കുന്നു? അന്ന് മന്ത്രി പറഞ്ഞോ, മന്ത്രി പറഞ്ഞില്ലായോ? ഇനി തൊഴിലാളി യൂണിയൻ നേതാക്കൾ കേൾക്കാതിരുന്നതാണോ? എന്താണ് ഇതിന്റെ വാസ്തവം എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോഴിതാ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ച് 4 വർഷത്തിന് ശേഷം ഈ കേന്ദ്ര നിയമം പ്രാബല്യത്തിൽ വരുമ്പോഴാണ് ഇവിടുത്തെ തൊഴിലാളി യൂണിയനുകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഇതിനെപ്പറ്റി അറിയുന്നത്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇത്രയും കാലം യൂണിയനുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അറിയാതെ ഈ രഹസ്യം സൂക്ഷിക്കാൻ നമ്മുടെ തൊഴിൽ വകുപ്പിന് സാധിച്ചു. PM-ശ്രീ പദ്ധതിയിലും ഇതാണ് ഉദ്ദേശിച്ചത്. ആരും അറിയാതെ അങ്ങ് ഒപ്പുവെച്ച് നടപ്പാക്കിക്കളയാമെന്ന് വിചാരിച്ചതാ. പക്ഷെ അത് പുറത്തായി പോയി, മാധ്യമങ്ങൾ അറിഞ്ഞു. പക്ഷെ ഈ കാര്യം മാധ്യമങ്ങൾ പോലും അറിഞ്ഞില്ല. ഈ കരട് ചട്ടങ്ങൾ രൂപവൽക്കരിക്കുകയും അത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കുകയും ചെയ്ത കാര്യം. ഇങ്ങനെ തൊഴിലാളി യൂണിയനുകൾ അറിയാതെ, മറ്റ് ഘടകകക്ഷികളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താതെ ഈ കരട് ചട്ടം ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചതിന്റെ കാരണം, ഒരു വിശേഷപ്പെട്ട കാരണമാണ് നമ്മുടെ ശിവൻകുട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് കേന്ദ്ര ലേബർ സെക്രട്ടറി പോലെയുള്ള ഉന്നതരായ ഉദ്യോഗസ്ഥര് അവരാവശ്യപ്പെടുമ്പോൾ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക്, കേരളത്തിലെ തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അത് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിനോട് മറുതലിച്ചു നിൽക്കാൻ അവർക്ക് സാധ്യമാവുകയില്ല. ആ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്, അതായത് കേന്ദ്ര ലേബർ സെക്രട്ടറിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇവിടുത്തെ തൊഴിൽ വകുപ്പ് ഈ കരട് ചട്ടം ഉണ്ടാക്കിയത് എന്നാണ്.
എന്ത് രസകരമായ ഒരു വിശദീകരണമാണ്. അപ്പൊ സഖാവ്, കേരളത്തില് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഉദ്യോഗസ്ഥരാണോ അതോ സർക്കാരാണോ? നയം രൂപവൽക്കരിക്കുന്നത് ബ്യൂറോക്രസിയാണോ സർക്കാരാണോ? ആരാണ് ഇതിന്മേലൊരു തീരുമാനമെടുക്കുന്നത്? ശിവൻകുട്ടി പറയുന്നത് കേട്ടാൽ തോന്നുക ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ ജോലിയാണെന്ന്. അവർ ചെയ്യുന്നു, മന്ത്രി ഇതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു. ആ രീതിയിലാണ് ശിവൻകുട്ടി ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? സംസ്ഥാന സർക്കാർ ഒരു നയം രൂപവൽക്കരിക്കുന്നു, അതിനനുസരിച്ച് ഉദ്യോഗസ്ഥരെ, ബ്യൂറോക്രസി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു. ഇവിടെ തിരിച്ചാണ്, മറിച്ചാണ് നടന്നതെന്നാണ് മന്ത്രി തന്നെ പറയുന്നത്. കേന്ദ്ര ലേബർ സെക്രട്ടറി സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടെന്ന്, പെട്ടെന്ന് കരട് ചട്ടങ്ങൾ തയ്യാറാക്കി അവർക്ക് അയച്ചു കൊടുക്കണമെന്ന്, അത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന്. അത് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിൽ നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ കേന്ദ്ര സെക്രട്ടറിമാർ പറയുന്നതനുസരിച്ചാണ് നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുന്നതെങ്കിൽ, പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഇവിടെ മന്ത്രിമാരായിട്ട് ഇരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ ചെലവിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. പിന്നെ നിങ്ങളുടെ ജോലി എന്തുവാ? നിങ്ങളുടെ ഉത്തരവാദിത്വം എന്തുവാ? ഉദ്യോഗസ്ഥന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലേ പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ? സത്യം പറഞ്ഞാൽ നമ്മുടെ ശിവൻകുട്ടിയാണ് പറയുന്നത് പാതി ശരിയാ. അദ്ദേഹം പറഞ്ഞത് ലേബർ സെക്രട്ടറി പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥര് അങ്ങ് അനുസരിച്ചു എന്നാ. അതല്ല, വാസ്തവത്തിൽ നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. അതനുസരിച്ച് പിണറായി സർക്കാർ ഇവിടെ കാര്യങ്ങൾ നീക്കുന്നു. ഇവിടെ ഈ കരടിയട്ടം രൂപവൽക്കരിച്ച് പ്രസിദ്ധപ്പെടുത്താനുള്ള അധികാരം കേരള സർക്കാരിനുള്ളതാ. പക്ഷെ മോദി അവിടെ നിന്ന് പറയും, ഇതാ ഞങ്ങൾ ഇവിടെ പാർലമെന്റ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, അത് തൊഴിലാളി യൂണിയനുകളെ നിയന്ത്രിക്കാനുള്ളതാണ്, അത് അൾട്ടിമേറ്റ്ലി സമരങ്ങള് നിരോധിക്കാനുള്ളതാണ്, സമരങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്, അത് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ നിയമം അനുസരിച്ച് ആ നിയമം നടപ്പാക്കുന്നതിനുള്ള കരട് ചട്ടങ്ങൾ തയ്യാറാക്കി വിജ്ഞാപനം ഇറക്കിക്കോണം എന്ന് മോദി അവിടെ നിന്ന് പറയും, ഉത്തരവിടും. അത് ഇവിടുത്തെ മന്ത്രിസഭ അനുസരിക്കും. അതാണ് PM3യിൽ നടന്നത്, ഇവിടെയും നടന്നത്. അല്ലാതെ ലേബർ സെക്രട്ടറി പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് ചെയ്തതല്ല. എന്താണ് ഈ PM3യിൽ നടന്നത്? ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി മോദിയെ കണ്ടു. മോദി പറഞ്ഞു, പിണറായി സഖാവേ, നമുക്ക് ആ PM3 പദ്ധതി ഒന്ന് നടപ്പാക്കണമല്ലോ. അത് ഞങ്ങളുടെ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചു നടത്തുന്ന ഒരു കാര്യമാണ്. അത് ഈ വിദ്യാഭ്യാസ രംഗമൊക്കെ കാവ്യവൽക്കരിക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയുള്ളതാ. സഖാവ് ചെന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഒപ്പിടാനുള്ള ഏർപ്പാട് ചെയ്യണം. വന്നെത്തിയതേ ഉള്ളൂ. അതിനു മുമ്പ് ഇവിടെ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഡൽഹിക്ക് പോയി അവിടെ ചെന്ന് കേന്ദ്ര സർക്കാരുമായിട്ട് അങ്ങ് ഒപ്പിടുകയും ചെയ്തു. അതാ പറഞ്ഞത്, നടന്നുകൊണ്ടിരിക്കുന്നത് അതാ. കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് ഓരോന്ന് ചെയ്യുന്ന സംസ്ഥാന സർക്കാർ. അതിനുള്ള കാരണങ്ങൾ ഇനിയും വിശദീകരിക്കേണ്ട കാര്യമില്ല. ലാവ്ലിൻ മുതൽ എക്സാലോജിക്ക് വരെ എത്രയെത്ര കാരണങ്ങൾ. ഇപ്പൊ സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഒരു വലിയ നാണക്കേടായിട്ട് മാറിയിരിക്കുക. തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളി വർഗ പാർട്ടികൾ നടത്തുന്ന ഭരണമാ ഇവിടുത്തേത് എന്നാണ് ഇടതുപക്ഷ മുന്നണി പറയുന്നത്. പക്ഷെ ഇവിടെ തൊഴിലാളികൾക്ക് പോലും രക്ഷയില്ല. അവർക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അവർ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ ആരോടും ചോദിക്കാതെ തൊഴിലാളികളുടെ കൂട്ട പിരിച്ചുവിടൽ നടത്താം, തൊഴിലവസരങ്ങൾ നിഷേധിക്കാം, വേണമെങ്കിൽ ആ സ്ഥാപനം പൂട്ടാം. അതിനാവശ്യമായ ഒരു നിയമം നടപ്പാക്കുന്നതിനാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ, നമ്മുടെ തൊഴിലാളി വർഗ പാർട്ടികൾ നയിക്കുന്ന സർക്കാർ ഇപ്പോഴ് ചട്ടങ്ങൾ തയ്യാറാക്കി അത് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. അത് നടപ്പായി കഴിഞ്ഞു. കേന്ദ്രമോ നടപ്പാക്കി. കഴിഞ്ഞ ശനിയാഴ്ചയോ മറ്റോ അത് നിലവിൽ വന്നു. ഇപ്പോ ഇവിടെ കിടന്ന് പൊട്ടിക്കരച്ചിലും നെഞ്ചത്തടിയുമാണ്. ഇനി എന്താ പ്രയോജനം? കേന്ദ്രവും നടപ്പാക്കുന്നു, അതിനാവശ്യമായ ചട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെക്കാൻ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ശിവൻകുട്ടി അണ്ണനുണ്ടല്ലോ, ആ എണ്ണക്കേടിന് നിന്നു കൊടുത്തിട്ടില്ല. ഈ കരട് തയ്യാറാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ ബിനോയ് വിശ്വം അത് സമ്മതിച്ചു കൊടുക്കില്ല കേട്ടോ. CPIയുടെ സംസ്ഥാന സെക്രട്ടറി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൊഴിലാളി സംഘടനയാ AITUC. അതിപ്പോ CPIയുടെ ഒരു പോഷക സംഘടനയാ. അതിന്റെ കൂടെ നേതാവാണല്ലോ നമ്മുടെ ബിനോയ് വിശ്വം. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥർക്ക് ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, അവരെ നിലയ്ക്ക് നിർത്തും, പാഠം പഠിപ്പിക്കും എന്നാ. വരയ്ക്കപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചാൽ അവരെ വരയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ CPIക്ക് അറിയാമെന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാമെന്ന്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അറിയാമെന്ന്. വലിയ വർത്തമാനമാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് അങ്ങ് ചാർത്താമല്ലോ. തെരഞ്ഞെടുപ്പ് വരിക, തൊഴിലാളികള് വോട്ട് ചെയ്യേണ്ടതാ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരാൻ പോകുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിലും. അപ്പൊ ഇനി ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല, മാളത്തിൽ ഒളിക്കാൻ അസാധ്യമാണ്. അതുകൊണ്ട് ഇനി ഉദ്യോഗസ്ഥന്മാരുടെ തലയിലേക്ക് ഇതൊക്കെ കൊണ്ട് വച്ചു കെട്ടിയേക്കാം എന്നാണ് ബിനോയ് വിശ്വവും കൂട്ടരും ഉദ്ദേശിക്കുന്നത്.
അത് നടക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, ഇതുപോലൊരു വിജ്ഞാപനം, തൊഴിലാളി വിരുദ്ധ വിജ്ഞാപനം പുറത്തു വന്ന് 4 വർഷം കഴിഞ്ഞിട്ടും അതേപ്പറ്റി അറിയുക പോലും ചെയ്യാത്ത നേതാക്കന്മാരാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ മേൽ അതിന്റെ ഉത്തരവാദിത്വം ചാർത്താൻ ശ്രമിക്കുന്നത്.